BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി നൽകിയ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ആരോപണത്തിനെതിരെ സംസ്ഥാന നേതൃത്വം അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് 3 നേതാക്കളെ പുറത്താക്കിയതായി ഇറങ്ങിയ സർക്കുലറിനെ അടിസ്ഥാനമാക്കിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സർക്കുലർ BJP സംസ്ഥാന നേതൃത്വം ഇറക്കിയിട്ടില്ലെന്നാണ് സംസ്ഥാന ഭാരവാഹികൾ അവകാശപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി MB അഞ്ജന, സംസ്ഥാന സമിതി അംഗം പാങ്ങപ്പാറ രാജീവ്, ഒരു മേഖലാ സെക്രട്ടറി എന്നിവരെ പുറത്താക്കിയെന്നാണ് സർക്കുലറിൽ പറയുന്നത്. സർക്കുലറിൽ അക്ഷരത്തെറ്റുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പോലും തെറ്റായാണ് എഴുതിയിരിക്കുന്നതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വിദേശ സന്ദർശനത്തിലായ രാജീവ് ചന്ദ്രശേഖർ ജൂലൈ 3-ാം വാരത്തോട് മാത്രമേ കേരളത്തിൽ മടങ്ങിയെത്തുകയുള്ളൂ. ഇത് കഴിഞ്ഞ് ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികളും അന്വേഷണവും ഉണ്ടാകുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ചിലർ ബാങ്ക് വായ്പകൾ പൂർണ്ണമായി അടച്ചു തീർത്തതും മുഴുവൻ പണം കൊടുത്ത് വാഹനം വാങ്ങിയതും തിരുവനന്തപുരത്ത് വന്നു താമസിക്കുന്ന ചില നേതാക്കൾ ഭൂമി വാങ്ങിയതും ഒക്കെയാണ് ആരോപണങ്ങളായി ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി നിയമസഭാ മണ്ഡലങ്ങളിൽ നൽകിയ പണം വ്യാജരേഖകളും രസീതുകളും ഉണ്ടാക്കി ചില നേതാക്കൾ കൈയടക്കിയെന്നാണ് ആരോപണം. ഇത്തരം ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉയർന്നിട്ടുണ്ടെന്നും ഇതിൽ കാര്യമില്ലെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകുന്ന പ്രചാരണ സാമഗ്രികളുടെ പേരിൽ വ്യാജ രസീത് തയ്യാറാക്കി സ്വകാര്യ ഏജൻസികൾ വഴി കോടികൾ വാങ്ങി വലിയ തുക കൈപ്പറ്റിയെന്ന ആരോപണവും നേതാക്കളുടെ ഹെലികോപ്റ്റർ യാത്രകൾക്ക് തുക കൂട്ടിയെഴുതിയും VIP താമസം, ഭക്ഷണം, യാത്ര എന്നിവയുടെ പേരിൽ കൃത്യമായ രേഖകളും കണക്കുകളുമില്ലാതെ കോടികൾ തട്ടി തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. അഭിമാനാർഹമായ വിജയം നേടിയ BJPയെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ സംഘടിതമായ ശ്രമമാണിതെന്നാണ് BJP നേതൃത്വം പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളും ധാരണയും ഉണ്ടെന്നും അതിൽ ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള പഴുതുകളില്ലെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ഓൺലൈൻ മാധ്യമങ്ങൾക്കും മറ്റും BJP ഓഫീസിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ കൈമാറുന്നവരെ കണ്ടെത്താനുള്ള നടപടിയും നേതൃത്വം ആരംഭിച്ചതായി സൂചനയുണ്ട്. ഇതിനിടെ BJP അച്ചടക്ക സമിതി വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതായ വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കുമ്മനം രാജശേഖരനും സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസും ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണം നടത്തുക. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.